ഷുറൂത്തു സ്വലാത്തി തിസ്അത്തുൻ, നിസ്കാരം ശരിയാകാനുള്ള നിബന്ധനകൾ 9 എണ്ണമാണ്. ഒന്നാമത്തത് അൽ ഇസ്ലാമു, നിസ്കരിക്കുന്ന ആളെന്തായിരിക്കണം? മുസ്ലിം ആയിരിക്കണം. മുസ്ലിം എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് അൽ കാഫിർ. ഇസ്ലാം എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് അൽ കുഫർ. അൽ കുഫർ. അപ്പോൾ ഒന്നാമത്തെ നിബന്ധന അയാൾ മുസ്ലിം ആയിരിക്കണം. രണ്ടാമത്തെ നിബന്ധന അൽ അഖ്ലു, എന്താണ്? ബുദ്ധി ഉണ്ടാകണം, ആഖിലായിരിക്കണം. അതിൻ്റെ ഓപ്പോസിറ്റാണ് ജുനൂൻ, ഭ്രാന്ത്. ഭ്രാന്തൻക്ക് ഇസ്ലാമിൻ്റെ വിധികൾ ബാധകമല്ല. മൂന്നാമത്തേത് അത്തമീസ്, അയാൾ ആരായിരിക്കണം? വകതിരിവുള്ളവനായിരിക്കണം. വകതിരിവ് എത്തുന്നതിന് മുമ്പ് ഒരു കുട്ടി നിസ്കരിച്ചു എന്നുകൊണ്ട് അവൻ്റെ നിസ്കാരം എന്താവില്ല, ശരിയാവുകയില്ല. ആ സമയത്ത് നമുക്ക് ശീലിപ്പിക്കാം, എന്നാൽ അവൻ്റെ നിസ്കാരം ശരിയാവില്ല. ഇവിടെ ചെറിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ സമയത്ത് ഒരു കുട്ടി ഹജ്ജും ഉംറയും ചെയ്താൽ അത് സ്വീകാര്യമാകും. തമീസ് എത്തുന്നതിന് മുമ്പ്, വകതിരിവ് എത്തുന്നതിന് മുമ്പ് ഒരു കുട്ടി ഹജ്ജും ഉംറയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താവും? സ്വീകാര്യമാണ്. ഇപ്പോൾ 1 വയസ്സായിട്ടുള്ളൊരു കുട്ടിക്ക്, ആ കുട്ടിയെയും കൊണ്ട് ഒരു ഉമ്മയുപ്പയെ ഹജ്ജ് ചെയ്തു, ആ കുട്ടിയുടെ ഹജ്ജ് എന്താണ്? സ്വീകാര്യമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രക്കിടയിൽ ഒരു സംഘത്തെ കണ്ടുമുട്ടി. അപ്പോൾ അവർ ഹജ്ജ് ചെയ്യാൻ വരികയാണ്. അപ്പോൾ ഒരു പെണ്ണ് ഒരു കുട്ടിയെ ഉയർത്തിപ്പിടിച്ചിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അലി ഹാദാ ഹജ്ജ്, ഈ കുട്ടിക്ക് ഹജ്ജ് ഉണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, ആ കുട്ടിക്ക് ഹജ്ജ് ഉണ്ട്, ഫലക്കി അജർ, അതിന് കൂലി ആർക്കാണ്? നിങ്ങൾക്കാണ്. കുട്ടിക്ക് കൂലിയില്ല, കുട്ടി ഹജ്ജ് ചെയ്താൽ ഹജ്ജ് സ്വീകാര്യമാണ്, അതിൻ്റെ കൂലി ഉമ്മാക്കാണ്. അപ്പോൾ ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം, ഒരു ആൾ ഹജ്ജ് ചെയ്താൽ അയാളുടെ ഹജ്ജ് സ്വീകാര്യമാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം അവൻ്റെ നിർബന്ധമായ ഹജ്ജ് വീടിയെന്നാണോ? ഇല്ല, അത് സുന്നത്തായിട്ടേ പരിഗണിക്കുള്ളൂ. ഒരു കുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്തു, പിന്നെ അയാൾ പ്രായപൂർത്തിയായി, അയാൾക്ക് ജോലിയായി, ശമ്പളമായി, സമ്പത്തുണ്ട്, ഹജ്ജ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഞാൻ 2ാമത്തെ വയസ്സിൽ ഉമ്മാൻ്റെ കൂടെ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 4ാമത്തെ വയസ്സിൽ ഉപ്പാൻ്റെ കൂടെ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ ഹജ്ജ് വീടി എന്ന് പറഞ്ഞ് മാറിക്കാൻ പറ്റുമോ? ഇല്ല, ആ ഹജ്ജ് സുന്നത്തായിട്ടേ പരിഗണിക്കുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു കുട്ടി ഹജ്ജ് ചെയ്താൽ പ്രായപൂർത്തിയായതിനു ശേഷം അവനക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയുമെങ്കിൽ, അതിനുള്ള സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട് എങ്കിൽ അവനെന്ത് ചെയ്യണം? ഹജ്ജ് ചെയ്യണം. ആ ഹജ്ജ് അവനക്ക് നിർബന്ധമാണ്. നിർബന്ധമായ ഹജ്ജ് അവിടെ വീടുന്നില്ല, പക്ഷേ ആ ഹജ്ജ് സ്വീകാര്യമാണ്. നിസ്കാരം സ്വീകാര്യമാണോ? നിസ്കാരം സ്വീകാര്യമാണോ? നിസ്കാരം സ്വീകാര്യമല്ല. കാരണം നിസ്കാരം ശരിയാകണമെങ്കിൽ ആ കുട്ടി എന്തായിരിക്കണം? വകതിരിവ് എത്തിയ ആളായിരിക്കണം. അപ്പോൾ 3 നിബന്ധനകളാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 1 അൽ ഇസ്ലാമു, 2 അൽ അഖ്ലു, 3 അത്തമീസ്.